എൻ്റെ പേര് ടോണി, വീട് നിലമ്പൂരാണ്. മലപ്പുറം. പിന്നെ പോയ അക്കാഫ് ഉണ്ടാക്കാൻ പോകുന്നു പപ്പയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി. കോഫി ഉണ്ട്, ചിക്കൻ മക്കനുണ്ട്, പിഞ്ച് പൈസയുണ്ട്, ചിക്കൻ ബോബുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചോ? പഠിച്ച് വീട്ടിൽ പോയിട്ട് നിലമ്പൂർ പപ്പയ്ക്ക് അമ്മയ്ക്കും അക്കാഫ് തുടങ്ങും. എൻ്റെ പേര് ഡോക്ടർ അനിൽകുമാർ. ഞാൻ മാജിക് പ്ലാനറ്റിൽ പ്രവർത്തിക്കുന്ന ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഇൻ്റർവെൻഷനാണ്. ഞങ്ങളുടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പ് കഫേ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറ് ജപ്പാനിൽ പോയപ്പം അവിടുന്ന് കിട്ടിയ ഒരു ആശയം ഇവിടെ പ്രാവർത്തികമാക്കിയെന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഇതൊരു കഫേയാണ്, ഒരു കഫേ സങ്കല്പമാണ്. ഇവിടെ കൂടുതലും സാധാരണ കഫേകളിൽ വിൽക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഉദാഹരണമായിട്ട് ബർഗർ, സാൻഡ്വിച്ച്, അത്തരത്തിലുള്ള കോൾഡ് കോഫി, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഇതിപ്പം മുഴുവനായിട്ടും മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള കുട്ടികളും അവരുടെ അമ്മമാരും ചേർന്ന് നടത്തുകയാണ് ഇതിപ്പം. ഇവിടെ നമുക്ക് ഏകദേശം 15 ആൾക്കാർക്ക് വന്നിരുന്ന് ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കുന്നതിന് ഉപരിയായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, ഇതൊക്കെയാണ് ഈ കഫേ സങ്കല്പം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 16 പേർക്ക് ഇരിക്കാം. പുറത്താണെങ്കിൽ നമുക്ക് കുറേ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇവരാണ് ഇതിൻ്റെ സാരഥി. ഇത് റെൻ കാർത്തിക്, ടോണി, അരവിന്ദ്. ഞങ്ങളിങ്ങനെ ഏകദേശം 8 കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിൽ ട്രെയിനിങ് സിദ്ധിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഇവരാണ് ഇവിടെ ഈ ബർഗർ ഉണ്ടാക്കുകയും അത് സെർവ് ചെയ്യുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, മുതുകാട് സാറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് 2 വർഷം കഴിയുന്ന ഏതൊരു കുട്ടിയും പൊതുസമൂഹത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഇവിടെ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് സാർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം പോയത്. ആ സന്തോഷത്തിൻ്റെ പേരിൽ അദ്ദേഹം ഞങ്ങൾക്കൊരു ബസ് വരെ ഓഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി. അതായത് BACക്ക് പുറത്ത് ഇത്തരത്തിലുള്ള കഫേ തുടങ്ങണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങൾക്ക് ബസ് പ്രോമിസ് ചെയ്തിട്ടുള്ള. അതതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ ബസ് മോഡിഫൈ ചെയ്തിട്ട് ടെക്നോ പാർക്ക്, കിൻഫ്ര പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കഫേ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയിലൂടെ ഉള്ള ഒരു സംരംഭമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, ഒരു മൈക്രോ എൻ്റർപ്രൈസ്. അതിനകത്ത് ഒരു കുട്ടി, ആ കുട്ടിയുടെ പാരൻസും കൂടെ ചേർന്ന് ഇതുപോലെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അപ്പ് കഫേ എന്ന ബ്രാൻഡ് ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ നടത്താനാണ് മുതുകാട് സാറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ഞങ്ങൾ ഏകദേശം ഇപ്പം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പടി ഇവരെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഇവരെ മുഖ്യധാര സമൂഹത്തിൽ സ്റ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അപ്പ് കഫേയിലോട്ട് പോകുന്ന മുമ്പായിട്ട് ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് സെർവിങ്ങിൻ്റെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു പ്ലേറ്റ് എങ്ങനെയാണ് പിടിക്കേണ്ടത്, പ്ലേറ്റ് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്, വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഏത് ഭാഗത്താണ് വെക്കേണ്ടത്, ചായ കുടിക്കേണ്ട കപ്പും സോസറും എവിടെയാണ് വെക്കേണ്ടത്, ഫോർക്കും സ്പൂണും എങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മേശവിരി വിരിക്കുന്ന രീതി, തുടയ്ക്കുന്ന രീതി, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു കിച്ചണിൻ്റെ ഡൈനിങ് ഏരിയയിൽ വെച്ചാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരാവർത്തി 2 ആവർത്തി കൊണ്ട് തീരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇതിനകത്തൊരു 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച വരെ ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രക്രിയ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പ്ലേറ്റ് തുറയ്ക്കുന്ന രീതി, ഇപ്പം ഡ്രൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സെർവ് ചെയ്യുന്ന മുമ്പ് നാപ്കിൻ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ട് സെർവ് ചെയ്യുന്ന രീതി, നിൽക്കുന്ന രീതി, ഇതെല്ലാം ഇവിടെ നമ്മൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ അപ്പ് കഫേയിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പ് കഫേയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ശരിക്കും ജനറൽ പോപ്പുലേഷനിലുള്ള ആൾക്കാർ ഗസ്റ്റായിട്ട് വരുമ്പോൾ അവരെ സെർവ് ചെയ്ത് നല്ല സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയാണ് നമ്മൾ ഇവരെ മെയിൻ സ്ട്രീം ഇതിലേക്ക് നമ്മളിവരെ വിടുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശരിക്കും ലൈഫ് സ്കിൽ കം ADL ട്രെയിനിങ്, ആക്ടിവിറ്റീസ് ഫോർ ഡെയിലി ലിവിങ് ട്രെയിനിങ് സെൻറ്ററാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ DACയിൽ ഏകദേശം 190ഓളം കുട്ടികൾ ഇവിടെ പല രീതിയിലുള്ള ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ മ്യൂസിക്കിലാണ്, ചിലർ ഡാൻസിലാണ്, മാജിക്കിലാണ്, ആർട്ടിലാണ്. പക്ഷേ ഈ കുട്ടികളെ എല്ലാം നമ്മൾ ഈ ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിൽ നിർബന്ധമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ്.
അപ്പോൾ ഇവിടെ അവർക്ക് പൊതുസമൂഹത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആവശ്യമായിട്ടുള്ള നൈപുണ്യം ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പം ചെയ്യേണ്ട ചില കൃത്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കിച്ചണിൽ എങ്ങനെ പെരുമാറണം, ഡൈനിങ് ഹാളിൽ എങ്ങനെ പെരുമാറണം, ടോയ്ലറ്റിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പല ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികൾക്ക് ടോയ്ലറ്റിൽ ഇരിക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കാനും ടാപ്പ് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നു. ബെഡ് മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പെരുമാറണം. അപ്പോൾ ഇതൊരു മിനി റീറ്റെയിൽ സ്റ്റോറാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എങ്ങനെ സാധനം എടുക്കണം, മറ്റ് സാധനങ്ങൾ നശിപ്പിക്കാതെ നമുക്ക് സാധനം എടുക്കാനും അത് കൊണ്ടുപോകാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്ററാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ലൈഫ് സ്കിൽ ട്രെയിനിങ്ങാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ പല കുട്ടികൾക്കും മണി കോൺസെപ്റ്റ് കാണത്തില്ല. അപ്പോൾ ആ മണി കോൺസെപ്റ്റ്, ഒരു രൂപയുടെ വിനിമയം, ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, അപ്പം കണക്ക് കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അസിസ്റ്റീവ് ഡിവൈസ് ആയിട്ടുള്ള ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണക്ക് കൂട്ടാൻ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മണി ട്രാൻസാക്ഷനാണ് ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് ഡമ്മി നോട്ട്സാണ്. ഈ നോട്ട്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താം എന്ന് ഇവരെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ടീച്ചറെ, ഇവിടെ എത്ര പേര് ഇപ്പം മണി കോൺസെപ്റ്റ് തറവായിട്ട് പഠിച്ചിട്ടുണ്ട്? 3 പേരുണ്ട്. ഏകദേശം 6 കുട്ടികളോളം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ മണി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കണ്ടു മോനെ, കണ്ടു. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ശരിക്കും ലൈഫ് സ്കിൽസ് ആണ് പഠിപ്പിക്കുന്നത്. ഫുൾ ലൈഫ് സ്കിൽസാണ് പഠിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് ശരിക്കും നമ്മൾ കഴിവുള്ള കുട്ടികൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിലും എഡിറ്റിങ്ങിലുമുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ടൂൺസ് അക്കാഡമി എന്ന് പറയുന്ന ടെക്നോ പാർക്കിലുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മുടെ 20 കുട്ടികൾക്ക് ഇവിടെ വന്ന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ കുട്ടികളും ഇപ്പം ഇതിനകത്ത് പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. അഞ്ജന ടീച്ചറെ, എത്ര കുട്ടികൾ ശരിക്കും ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു? ഇവിടെ നമ്മൾ 19 കുട്ടികൾക്കാണ് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ്. ഞാൻ ചോദിക്കുന്നത്, പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. വളരെ മനോഹരമായിട്ടാണ് ഇവർ ഡിസൈനിങ് ചെയ്യുന്നത്. ഇപ്പോൾ പഠിപ്പിക്കുന്നത് പ്രീമിയർ ആണ് പഠിപ്പിക്കുന്നത്. അഡോബ് പ്രീമിയർ ആണ് പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു തുടങ്ങി. അവർ പകുതി വരെ എത്തിയിട്ടുണ്ട്. എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും? എഡിറ്റിംഗ് എല്ലാം അവർക്ക് ടൂൾസിൻ്റെ ഉപയോഗങ്ങളും എല്ലാം നന്നായിട്ട് അറിയാം. വളരെ നന്നായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവീസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? മൂവീസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്രീൻ സ്ക്രീനാണ് അവർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾ തന്നെയല്ലേ നമ്മുടെ സബ്ലിമേഷൻ? അതെ, ഇവിടെയുള്ള കുട്ടികൾ തന്നെയാണ് സബ്ലിമേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അവർ മഗ്, ടീഷർട്ട്, അതുപോലെയുള്ള ക്യാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സബ്ലിമേഷൻ പ്രിന്റിംഗ് യൂണിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗോപിനാഥ് മുദ്ഗാഡ് സാറിൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള എല്ലാ കുട്ടികളെയും പൊതുസമൂഹത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തൊഴിലായിട്ടോ അല്ലെങ്കിൽ ചെറുകിട വ്യവസായമായിട്ട് ഇവർക്ക് നടത്താൻ പറ്റണം. അപ്പോൾ ടൂൺസ് അക്കാഡമിയുടെ ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ സബ്ലിമേഷൻ പ്രിൻറ്റിംഗ് യൂണിറ്റിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവർ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ കപ്പിലോ ടീഷർട്ടിലോ ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. ഇവരിപ്പോൾ ചെയ്യുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് കപ്പിൻ്റെ സൈസിലേക്ക് ആക്കിയതിന് ശേഷം അത് കപ്പിലേക്ക് ഒട്ടിച്ച് ഈ കാണുന്ന യൂണിറ്റിൽ വെച്ചിട്ട് അതിനെ പ്രിൻ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ട്രെയിനിങ് സെൻ്റർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ പെർഫോമിംഗ് ആർട്ടിലാണ്. ഉദാഹരണമായിട്ട് മ്യൂസിക്, ഡാൻസ്, ഡ്രോയിങ്, പെയിൻറ്റിങ്, മാജിക്ക്, അതുപോലെ മറ്റ് പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനും ഉള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ട്രെയിനിങ് കൊടുക്കുക മാത്രമല്ല, ഇവർക്ക് വേണ്ട വേദികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പെർമനൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സ്റ്റേജസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറത്തുനിന്ന് ഗസ്റ്റുകൾ വന്നിട്ട് ഇവരെ കാണുകയും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം തന്നെ ഇവരുടെ ഒരുപാട് സോഷ്യൽ സ്കിൽസ് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു സോഷ്യൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. രണ്ടാമത്, ഇത് കൂടാതെ നമുക്കിവിടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, കേരളത്തിലെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തെറാപ്പി സെൻ്ററുണ്ട്. അതൊരു ട്രാൻസ് ഡിസിപ്ലിനറി തെറാപ്പി സെൻ്ററാണ്. അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഉണ്ട്, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ സേവനവും നമ്മളിവിടെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇവർക്ക്. ഇത് കൂടാതെയാണ് നമ്മൾ പ്രീ വൊക്കേഷണലും വൊക്കേഷണൽ ട്രെയിനിങ്ങും നമ്മളിവർക്ക് കൊടുക്കുന്നത്. ആ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അപ് കഫേയും അതുപോലെ തന്നെ സബ്ലിമേഷൻ പ്രിൻറ്റിംഗ് യൂണിറ്റ്,
എഡിറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ട്രെയിനിങ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇനി ഇതുകൂടാതെ നമ്മളിവിടെ അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പോർട്സിലുള്ള ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് ടേബിൾ ടെന്നീസിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഷട്ടിൽ ബാഡ്മിൻ്റണിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഫുട്ബോളിലെ കോച്ചിങ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അത്ലറ്റിക്സിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മാസം 26-ാം തീയതി 27-ാം തീയതി കേരള സ്റ്റേറ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോയി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരുപാട് കുട്ടികൾക്ക് സമ്മാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഒരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ഒരു കുട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ആ കുട്ടി സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്.